പ്രഖ്യാപിച്ച് എല്ലാ കാലത്തും കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് നമ്മൾ പറയുന്നത്. വളരെയേറെ സന്തോഷമുണ്ട്. ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി പ്രയത്നിച്ച ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും സംഘാടന സമിതിയുടെ ഭാരമായി സമയം നൽകി സമയം അനുവദിച്ച് നൽകി ആ കൃത്യസമയം നമ്മുടെ ഈ ചടങ്ങിലെ ബഹുമാനപ്പെട്ട മന്ത്രി എത്തിച്ചേർന്ന സമയം നേരിട്ട് ഏറെക്കുറെ ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാം, ഏകദേശം 40 വർഷം മുമ്പ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോഴാണ് 84-ലാണ് മുറിയങ്കണ്ണിയിൽ ഒരു ആയുർവേദ സ്ഥാപനം വരുന്നത്. 92-ല് ഈ സ്ഥലം സൗജന്യമായിട്ട് പഞ്ചായത്തിന് ലഭിക്കുകയും 95-ല് ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ നടക്കുന്ന ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ ഒരു വികസന ഘട്ടം, ഒരു വളരെ നിർണായകമായ ഒരു ഘട്ടം നടക്കുകയാണ്. അതായത് കഴിഞ്ഞ വർഷങ്ങള് ഇത് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നുള്ള പേരിൽ ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്തു. അപ്പൊ അതില് വിവിധ ചികിത്സകൾ, ഒരു സാധാരണ ഒരു OP ചികിത്സയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഉൾപ്രദേശത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു കേവലം ചികിത്സയിൽ നിന്ന് മാറിയിട്ട് ജീവിതശൈലി രോഗങ്ങൾ തടയുന്നുള്ള വിവിധ ചികിത്സാ പദ്ധതികൾ അതിൽ ആവിഷ്കരിച്ചു. അതിൽ ഏറ്റവും പ്രധാനമാണ് ഒരു യോഗ ഇൻസ്ട്രക്ടറെ നിയമിക്കുകയും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയുഷ് യോഗ ക്ലബിലൂടെ പഞ്ചായത്തിലെ പരമാവധി പേരിൽ യോഗ ഏറ്റവും ഫലപ്രദമായി എത്തിക്കുന്നുള്ള ഒരു പ്രത്യേക ഒരു ഡ്രൈവ് എന്നാ പറയുക. അതായത് ആയുഷ് യോഗ ക്ലബ് എന്ന് പറഞ്ഞ ഒരു ഡ്രൈവ്, അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിന്റെ പ്രാഥമിക ഘട്ടമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപനത്തിന് വേണ്ടിയുള്ള യോഗ ക്ലാസ് നടക്കുകയാണ്. അതോടൊപ്പം ഇനി ഇവിടെ പിന്നെ GNM നഴ്സിന്റെ സേവനം കിട്ടും. അപ്പൊ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഫലപ്രദമായിട്ട്, അതായത് ഇപ്പൊ കിടപ്പ് രോഗികളെ ഞങ്ങൾ OP-യില് വീടുകളിൽ പോയി കണ്ട് തിരിച്ചു വന്ന് ഇവിടെ നിന്നും മരുന്ന് കൊടുക്കുന്നതാണ്. പക്ഷെ അതിൽ കൂടുതൽ ഫലപ്രദമായ ചികിത്സാ രീതികൾ അവിടെ ഏർപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ GNM നഴ്സ്, മൾട്ടിപർപ്പസ് വർക്കർ, ഇങ്ങനെയുള്ള വിവിധ പോസ്റ്റുകളും കൂടി വരുമ്പോൾ ഏറെക്കുറെ സമ്പൂർണമായ ഒരു ജീവിത രോഗങ്ങൾ വരുന്നതിന്, നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ആരോഗ്യമന്ത്രി പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, രോഗത്തിനെ ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ രോഗം വരാതിരിക്കുന്നുള്ള ഒരു ആരോഗ്യമുള്ള ജനതയെ പഞ്ചായത്ത് തലത്തിലാവുമ്പോൾ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് മാറുകയാണ്. അപ്പൊ ആ പ്രവർത്തനത്തിന് നിലവിലുള്ള സ്ഥാപനത്തിന്റെ സ്ഥലപരിമിതികൾ കൊണ്ടതാണ് നാഷണൽ ആയുഷ് മിഷന്റെ ഒരു പദ്ധതി വിഭാവനം ചെയ്യുകയും 30 ലക്ഷം രൂപ പുതിയ കെട്ടിടത്തിനായി വകയിരുത്തുകയും ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഒരു 5-6 മാസങ്ങളായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു. ഇപ്പം അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ശിലാസ്ഥാപനം ഇന്ന് നമ്മളെ ഓൺലൈനായിട്ട് നമ്മളിപ്പം കണ്ടു. പിന്നെ അതിന്റെ ഉദ്ഘാടനം ബഹുമാന്യനായ ആരോഗ്യമന്ത്രി ഇവിടെ തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ നിർവഹിക്കുന്ന നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ മുറിയങ്കണ്ണി ആയുർവേദ സ്ഥാപനം അതിൽ തെരഞ്ഞെടുത്തതിൽ ഈ ഇരിക്കുന്ന ഒരുപാട് ജനപ്രതിനിധികളുടെയും മറ്റ് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാവരുടെയും ഒരു കൃത്യമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ സ്ഥാപനങ്ങളിലൊക്കെ വരുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ ഈ 30 കെട്ടിടം നിങ്ങൾ കണ്ടു കാണും. അതിന്റെ പ്രവർത്തനം, അതിന്റെ പണികളൊക്കെ വളരെ ദ്രുതഗതിയിൽ തുടങ്ങിയ ഒരു ഇതിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഈ ചടങ്ങിൽ നമുക്കിന്ന് ഇതിന്റെ അധ്യക്ഷൻ നമ്മുടെ ബഹുമാന്യായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KP.M. സലീം മാഷ് അവറുകളാണ്. ഈ ഓരോ മാഷിന്റെ പ്രത്യേകത, മാഷ് ഈ വാർഡിന് മെമ്പറുമാണ്. അതോടൊപ്പം ഇവിടെ ആശുപത്രിയുടെ ഓരോ ദൈനംദിന കാര്യങ്ങളിലും മറ്റൊരു താമസം വരാതെ, അതായത് ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കും, മാഷ് എന്താണ് ഇതിന്, ഡോക്ടർ എന്താണ് ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത്, ഇന്നലെ വൈകിട്ട് പോലും ഈ തരം അറേഞ്ച്മെന്റിന്റെ ഓരോ കാര്യങ്ങളും മാഷ് കൃത്യമായിട്ട് ഓരോ ചെറിയ ഞാൻ ശ്രദ്ധ വിട്ടു പോകുന്ന പല കാര്യങ്ങളും തന്നെ മാഷ് ശ്രദ്ധിച്ച് എന്നെ ഓർമ്മപ്പെടുത്തി ഏറെക്കുറെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്ഥാപനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്.
വളരെ ആദരവോടുകൂടി തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ നമ്മുടെ പ്രിയങ്കരനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സലീം മാഷെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇതിന്റെ ഒരു പ്രോട്ടോകോൾ വന്നപ്പോൾ തന്നെ അതാത് പ്രദേശങ്ങളിലെ MLA-മാർ ഇതിന്റെ സ്വാഭാവികമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് ഇതിന്റെ പിന്നെ ഈ പ്രവർത്തനങ്ങളുടെ ഒരു നെടുന്തൂണാണ് എന്നുള്ള ഇതിൽ നമ്മുടെ ജനപ്രതിനിധികളായ വളരെ ആദരണീയ വ്യക്തികൾ, നമ്മുടെ വൈസ് പ്രസിഡന്റ്, നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും നമ്മുടെ ഒപ്പം ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതിന്റെ പരമാവധി കൃത്യമായിട്ട് തന്നെ അത് നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാം. അതിൽ എവിടെ പെരുമാറ്റത്തിലോ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന സൗകര്യത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശക്തമായിട്ട് ആവശ്യപ്പെടുക തന്നെ ചെയ്യാം. അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഇവിടുത്തെ ജീവനക്കാര് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വളരെ നല്ല പിന്തുണ നൽകുന്ന HMC ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും HMCയുടെ ഭാഗമായിട്ട് ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങളിൽ ഇടപെടുക. അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ പരമാവധി കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് തന്നെ ഇതിന് വേണ്ട എല്ലാ പിന്തുണയും സ്ഥാപനത്തിന് ഭാവിയിൽ നമുക്ക് ജില്ലയിലോ സംസ്ഥാനത്തിലോ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് മാറാൻ നിങ്ങളുടെ എല്ലാവരെയും വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മുഴുവൻ പേരും മാധ്യമ പ്രവർത്തകരുണ്ട്, മറ്റു വിവിധ മേഖലയിലെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, വിവിധ മേഖലയിലെ പ്രമുഖ വ്യക്തികളുണ്ട്. പലരുടെ സമയം വളരെ വിലപ്പെട്ടതാണെന്നറിയാം. അപ്പൊ ഞാൻ എൻ്റെ മുഴുവൻ പേരെയും ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ MLA കെ പ്രേംകുമാർ ഇവിടെ സന്നിഹിതരായ ഉൾപ്പെടെ അധ്യക്ഷ വേദിയിലുള്ള ഏറ്റവും ആദരണീയരെ, ബഹുമാന്യരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പ്രിയമുള്ളവർ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നാഷണൽ ആയുൾ മിഷന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റും യൂണിയൻ ഗവൺമെന്റും സംയുക്തമായി നടത്തുന്ന 14,05,00,000 രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം സംസ്ഥാന തലത്തിൽ കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പേവാർഡും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും നിർമ്മിക്കുന്നതിനാണ് ഇപ്പോ 1 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരളം ലോകത്തിന് സമ്മാനിച്ച ശാസ്ത്രശാഖയാണ് ആയുർവേദം. നമ്മുടെ നാട്ടിൽ പൊതുവിൽ ആളുകൾ പെട്ടെന്ന് ആശ്വാസത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു ചികിത്സാ മേഖല അത് അലോപ്പതിയാണ്. ഇംഗ്ലീഷ് മരുന്നെന്ന് പൊതുവിൽ ആളുകൾ പറയും. അലോപ്പതി ഉണ്ട്, ആയുർവേദമുണ്ട്, അതുപോലെ തന്നെ ഹോമിയോ ഉണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ശാസ്ത്രശാഖകൾ മനുഷ്യരുടെ ജീവിതത്തിൽ അവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകുന്നതിന് വേണ്ടി അന്വേഷണങ്ങളും ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സലീം മാസ്റ്റർ, പ്രിയപ്പെട്ട MLA പ്രേംകുമാർ, വിശിഷ്ട വ്യക്തികളെ, ആയുർവേദത്തെക്കുറിച്ചും അതിന്റെ ഈ കാലഘട്ടത്തിലെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ മന്ത്രി തന്നെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടന വേളയുടെ അധ്യക്ഷൻ ശ്രീ സലീം മാസ്റ്റർ, ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള നമ്മുടെ MLA ശ്രീ പ്രേംകുമാർ, ഇവിടെ ഇന്നത്തെ നിർമ്മാണ പ്രവൃത്തിയെ സംബന്ധിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും അധ്യക്ഷനും ഉദ്ഘാടകനും എല്ലാം സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ലഭിക്കുന്ന രീതിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം.